വെനസ്വേലയിൽ വീണ്ടും ആക്രമണം നടത്തില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മഹാമനസ്കത കൂടി പുറത്തു വന്നു. അതായത് ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചെടുത്തില്ലെങ്കിൽ റഷ്യൻ ചൈന അടിച്ചുകൊണ്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ ട്രംപിനെ കൊണ്ട് വയ്യ. ഓരോ പുതിയ ന്യായങ്ങൾ കൊണ്ടുവരും. പുലർച്ചെ 2 മണി 3 മണിക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നിയാൽ അപ്പം തന്നെ ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിക്കുകയാണ്. US കോൺഗ്രസ്, അതിലെ സെനറ്റും ജനപ്രതിനിധി സഭയും ഒന്നും അവർ വായിക്കില്ല. അമേരിക്കൻ ജനതയെ നോക്കുന്നില്ല. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ അടിച്ചുവിടും. ഗ്രീൻലാൻഡ് ഇപ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിപ്പോൾ ഡെൻമാർക്കിൻ്റെ കയ്യിലാണ് 1.5 നൂറ്റാണ്ടിലേറെയായിട്ട്. അതിപ്പോൾ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഗ്രീൻലാൻഡിൽ നല്ല ധാതു സമ്പത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ കൈക്കൂലി കൊടുക്കാം. $1,00,000 വെച്ച് ഓരോ ഗ്രീൻലാൻഡുകാരനും കൊടുക്കാമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ പറയുന്നത് ഗ്രീൻലാൻഡ് നമ്മൾ പിടിച്ചെടുത്തില്ലെങ്കിൽ റഷ്യയും ചൈനയും വന്ന് പിടിച്ചെടുക്കും. ഇപ്പോൾ തന്നെ ഗ്രീൻലാൻഡിൻ്റെ ചുറ്റും ആർട്ടിക് മേഖലയിൽ മുഴുവൻ റഷ്യയും ചൈനയും കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് എങ്ങാൻ റഷ്യയും ചൈനയും പിടിച്ചെടുത്ത അമേരിക്കയുടെ സുരക്ഷയ്ക്ക് അത് വലിയ പ്രശ്നമാവും. എന്തായാലും ഇതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഡെൻമാർക്ക് അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങാൻ എന്തെങ്കിലും തരത്തിൽ അമേരിക്ക ഇടപെട്ടാൽ അത് ട്രാൻസ് അറ്റ്ലാന്റിക് കരാറിന്റെ അന്ത്യമായിരിക്കുമെന്ന് ഡെൻമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിനിടയിൽ വെനുൻസുലയിൽ കയറി വല്ലാത്ത രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്ക അല്പം പിൻവാങ്ങുകയാണ്. ട്രംപ് പറയുന്നത് രണ്ടാമത് ഇനി ആക്രമിക്കാനില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് അമേരിക്കയും വെനുൻസുലയും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളില്ലായിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള നീക്കമാണ്. അമേരിക്കയുടെ പ്രതിനിധി സംഘം വെനുൻസുലയെത്തുന്നു, വെനുൻസുലൻ സംഘം അമേരിക്കയിലെത്തുന്നു. ഇതൊക്കെ പറയുമ്പോൾ അവരുടെ വെനുൻസുലയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ ജയിലിൽ കിടക്കുകയാണ്. എന്തായാലും ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സിന് ഒരു കാര്യം മനസ്സിലായി. ട്രംപിനോട് അടിക്കാൻ പോയ അയാൾ ഡെൽസിയെയും ഇതുപോലെ പിടിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അവരപ്പോൾ അതുകൊണ്ടൊരു അയഞ്ഞ മട്ടിലാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ ഇത് നടക്കുമ്പോൾ തന്നെ ഒരു കപ്പൽ കൂടി പിടിച്ചെടുത്തിരിക്കുന്ന അമേരിക്ക. വെനുൻസുലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോയ റഷ്യയുടെ 2 ജീവനക്കാരെ പിടിച്ചെടുത്ത റഷ്യൻ കപ്പലിൽ നിന്ന് വിട്ടു. 3 ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാരെ വിട്ടിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത. അതുകൊണ്ട് വെനുൻസുല പ്രശ്നങ്ങൾ തീരുന്നുണ്ടെങ്കിലും അവിടെ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. ലഹരി കടത്ത് നിർത്തുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ 5 കോടി ബാരൽ എണ്ണയാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.